മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ശബരി കെയർ റൈസിന്റെ വിതരണോദ്ഘാടനം അല്പസമയത്തിനുള്ളിൽ നടക്കും. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള അരി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രേഡ് മാർക്കോടെ സംസ്ഥാന സർക്കാർ അരി വിപണിയിൽ എത്തിക്കുന്നത്. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, പൊതുവിപണിയിൽ സംസ്ഥാന സർക്കാരിന്റെ മറ്റു പ്രധാനപ്പെട്ട ഇടപെടലാണ് ഈ ശബരി കെയർ റൈസ് എന്ന ബ്രാൻഡിൽ, സംസ്ഥാനത്തിന്റെ സ്വന്തം ബ്രാൻഡിൽ അരി വിപണിയിൽ എത്തിക്കുന്ന ഈ നടപടി. അതായത് 40ഓളം രൂപയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന അരി വളരെ വില കുറച്ച്, അതായത് 28, 29, 30 ആ റേഞ്ചിൽ നമ്മുടെ 3 മേഖലകളിലും ഉപയോഗിക്കുന്ന അരിയായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ വിതരണോദ്ഘാടനം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും റെഡിയല്ലേ? തീർച്ചയായും മനു, എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. എന്തായാലും ജയ അരി 29 രൂപയ്ക്കും ഒപ്പം തന്നെ കുറുവ മട്ട അരികൾ 30 രൂപയ്ക്കുമാണ് ഈ വിതരണത്തിന് എത്തുക. കേരളം പല പദ്ധതികളും ഇതുപോലെ തനതായ ബ്രാൻഡുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെടുത്തി തന്നെ കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ശബരി കെയർ റൈസ് എന്ന് പറയുന്നത്. ആ പേരിൽ ഏകദേശം 40 രൂപ 11 പൈസയ്ക്ക് ലഭിക്കുന്ന, പൊതുവിപണിയിൽ ലഭിക്കുന്ന അരിയാണ് ഇപ്പോൾ 29 രൂപയ്ക്കും ഒപ്പം തന്നെ 30 രൂപയ്ക്കുമായി നൽകാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ശബരി എന്ന ബ്രാൻഡിൽ കെയർ റൈസ് എന്ന പേരിൽ പ്രത്യേകം ബ്രാൻഡ് ചെയ്യപ്പെട്ട അരിയാണ് ജനങ്ങളിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഈ മാർച്ച് ഏപ്രിൽ മാസം ഈ റംസാൻ, അതുപോലെ തന്നെ വിഷു ഒക്കെ പ്രമാണിച്ച്, ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ചുള്ള അത്തരത്തിലുള്ള ഒരു വിപണിയിലേക്കുള്ള ഇടപെടലും ഈ സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 45 ഇനങ്ങൾക്ക് 2 മുതൽ 40 രൂപ വരെയുള്ള വിലക്കുറവിൽ സബ്സിഡി ഇനങ്ങൾക്ക് പുറമേ ഉള്ള സാധനങ്ങളും ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ അത് വിപണിയിൽ ജനങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഇടപെടൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സപ്ലൈകോയിലൂടെ ഈ പൊതുവിപണിയിലെ വിജിൻ, ഒറ്റ നിമിഷം വിജിൻ, ഞാനിപ്പോൾ വിജിൻ സംസാരിക്കുന്നതിനിടയിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ കെയർ റൈസിന്റെ പാക്കറ്റ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക ബ്രാൻഡിൽ, കെയുടെ ഒരു ബ്രാൻഡ് വെച്ച് ആ രീതിയിലാണ് ആ അരിച്ചാക്ക്, അരിസഞ്ചി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്, അല്ലേ? അതിൻ്റെ കൂടി ഒരു കാര്യങ്ങളൊന്ന് പറയും. ഇതാ വീണ്ടും അവിടെ ആ പാക്കറ്റുകൾ കൊണ്ടുവയ്ക്കുകയാണ് അവർ. തീർച്ചയായും മനു, അതുതന്നെയാണ് ഈ കെയർ റൈസ് എന്ന പേരിൽ, ശബരി കെയർ റൈസ് എന്ന പേരിലാണ് അവർ ഇപ്പോൾ ഇത് പ്രത്യേക ഒരു ബ്രാൻഡായി, കേരളത്തിൻ്റെ പ്രത്യേക ബ്രാൻഡായി സപ്ലൈകോ വഴി വിപണിയിലേക്ക് എത്താൻ പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് മനു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ഇത് വിപണിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദ്ഘാടന പരിപാടി 12 മണിക്ക് ഉദ്ഘാടനം നടക്കും. ഇത് വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. GR അനിൽ, അതുപോലെ തന്നെ V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാകും. എന്തായാലും ഇതൊരു വലിയ പദ്ധതി, ജനങ്ങൾക്ക് ഏറ്റവും മിതമായ നിരക്കിൽ മികച്ച സപ്ലൈകോ ഈ സബ്സിഡി സാധനങ്ങളുടെ വില നേരിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു ഘട്ടം 7 വർഷത്തിന് ശേഷം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു സംസ്ഥാനത്ത് മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിപണിയിലേക്കുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റംസാൻ, ഈസ്റ്റർ, വിഷു പ്രമാണിച്ച് ഏപ്രിൽ 13 വരെ 45 ഇനങ്ങൾക്ക്, സബ്സിഡി ഇനത്തിന് പുറമെയുള്ള ഇനങ്ങൾക്ക് വില കുറച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ കൂടി സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു.